മേഡം സ്ഥലമായി കേട്ടോ, ഇറങ്ങിക്കോ എല്ലാരും. ആ നിർത്താം നിർത്താം, റിസോർട്ടിന്റെ മുറ്റത്തോട്ട് നിർത്താം. റിസോർട്ടൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ഈ വരുന്ന വഴിക്കെങ്ങും ഒരു അടുത്തൊന്നും വേറെ വീടുകളോ മറ്റോ ഒന്നും ഇല്ലല്ലോ, ആരും കാണാനില്ലല്ലോ. ഈ റിസോർട്ടിലെ കെയർടേക്കർ ഇപ്പൊ വരും, നിങ്ങളോട് വെയിറ്റ് ചെയ്യട്ടോ. ചേട്ടാ ഒന്നും വിചാരിക്കില്ല, ഞങ്ങളുടെ കാർ ചേട്ടനെ കൊണ്ട് ഓടിപ്പിച്ചതിന് വേറെ ഒന്നും വിചാരിക്കില്ല, കാരണം ഞങ്ങൾക്കാണെങ്കിൽ വഴിയൊന്നും അറിയത്തില്ലല്ലോ. ചേട്ടൻ തരം ഞങ്ങളെ ഈ റിസോർട്ടിൽ കൊണ്ട് വിട്ടതിന് വളരെ വളരെ താങ്ക്സ് കേട്ടോ. ശരിയാ, വഴി വെച്ച് നിങ്ങളെ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ റിസോർട്ട് എങ്ങനെ കണ്ടുപിടിച്ചില്ല രാത്രിയില്. അതൊക്കെ ഓരോ നിമിത്തം. എന്നാ ശരി, കാണാം. സാധാരണ റിസോർട്ട് ആകുമ്പോൾ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉള്ളത്, ഇവിടെ ആരും കാണുന്നില്ലല്ലോ ശാന്തേച്ചി. അതെന്താണെന്നറിയാവോ, രാത്രിയല്ലേ, എല്ലാരും ഉറപ്പായി കാണുമായിരിക്കും. സൗണ്ടോ? എന്തോ മോനെ, ഞാൻ കേട്ടില്ലല്ലോ. ശരി, ഞങ്ങളും കേട്ടില്ലല്ലോ. അറിയാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ സൗണ്ട് കേൾക്കണം. നമ്മൾ ആരും ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഹലോ. കെയർടേക്കർ ആണെന്ന് തോന്നില്ല. അതെ അതെ, ഞാൻ ഈ റിസോർട്ടിന്റെ കെയർടേക്കറാ. നിങ്ങളിപ്പോ വരുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നമ്മൾ അകത്തോട്ട് കയറാം. ഇവിടെ ഇങ്ങനെ സൗകര്യമൊക്കെ ഉണ്ടോ ഈ റിസോർട്ടില്? പെട്ടെന്ന് കയറി വാ, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേണം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. മക്കളെ പെട്ടെന്ന് വാ. ഇതാ അപ്പൊ നിങ്ങളുടെ ബെഡ്റൂം. ഞാൻ തേട്ടി ഇപ്പോഴങ്ങ് പോകും കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലേ രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി. അത് കൊള്ളാം. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം നിങ്ങളോട് രാവിലെ പറഞ്ഞാൽ മതിയോ? മേഡം, എന്റെ ഡ്യൂട്ടി ടൈം ഇത്രേ ഉള്ളൂ, അതുകൊണ്ടാ. ശരി ശരി, നിങ്ങൾ പൊക്കോ. പിള്ളേർ പിന്നെ മുകളിലത്തെ നിലയിലോട്ടൊന്നും കയറി പോകാൻ നോക്കിക്കോണേ. അതെന്താ? അത് നിങ്ങൾ നോക്കിയാൽ മതി. പിള്ളേര് ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി. പിള്ളേരെ എന്തായാലും മുകളത്തെ നിലയിലോട്ട് മാത്രം വിടാതിരുന്നാൽ മതി കേട്ടോ. ശരി. ഈ പിള്ളേർ കാണിക്കുന്ന പരിപാടി ഉണ്ടോ? ആ ബെഡിനകത്ത് ആ ചെരുപ്പ് കൊണ്ട് കയറിയുണ്ട്. ഇറങ്ങിയ പിള്ളേർ ഇങ്ങോട്ട്. ശരി, ഞാൻ വിചാരിച്ചിട്ട് അകത്ത് കയറുമ്പോഴും അങ്ങനത്തെ സൗണ്ട് ഒന്നും കേൾക്കത്തില്ലെന്ന്. അകത്ത് കയറിയിട്ട് നല്ലൊരു കേൾക്കാമല്ലോ. അകത്ത് കയറിയിട്ട് എന്തോ കാര്യം, നേട്ട മൊത്തം തുറസായിട്ട് കിടക്കുമല്ലേ. മക്കളെ, നിങ്ങൾ ആ താഴെയൊക്കെ വരാന്തിലൊക്കെ കളിച്ചോ, പക്ഷെ മുകളിലോട്ട് കയറില്ലേന്നല്ലേ അയാൾ പറഞ്ഞത്. മുകളിലോട്ട് കയറില്ല കേട്ടോ. ശരി ശാരദ, പിള്ളേരുടെ നേരെ ഒരു കണ്ണു വേണേ, നമുക്ക് അറിയാത്ത സ്ഥലമൊക്കെയാ. കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വയ്ക്കാം ചേച്ചി. ശരിയാ, നമുക്ക് നാളെ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയാൽ മതിയല്ലോ. ചേട്ടനുണ്ടാക്കി വരാൻ പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ വരുമോ? അതും ഇല്ല. ചേട്ടനുണ്ടാക്കി നമുക്ക് പേടിക്കണ്ടായിരുന്നില്ലേ? എന്റെ ചേട്ടൻ പിന്നെ വരത്തില്ലല്ലോ, പോലീസല്ലേ, ഡ്യൂട്ടി ഇല്ലാത്ത സമയമില്ലല്ലോ. പിള്ളേരവിടെ കിടന്ന് ഭയങ്കര കളി. അവരവിടെ കുറച്ചേരം നിൽക്കട്ടെ ചേച്ചി. ഞാൻ ഇവിടെ സെർച്ച് ചെയ്യട്ടെ എന്തൊക്കെയാ കാര്യങ്ങളെന്ന്. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളോട് വരാം. എന്നാ ഫോളോ മീ. ഇതൊക്കെ പറഞ്ഞു മുകളോട്ടൊന്ന് വരില്ലേന്ന്. നീ പറഞ്ഞ കേട്ടത്തും ഇല്ലല്ലോ. കുഴപ്പമില്ല, വാടി. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ മുകളിലൊന്നും. നമുക്ക് ഇവിടെ നടന്നു കാണാം.
ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. നീ എത്തി അങ്ങനെ പറയേ? അതെന്താ എനിക്ക് മാത്രം വരണ്ടേ കേട്ടോ? പിന്നെ നിങ്ങൾ മാത്രം വന്നാൽ മതിയോ? അതല്ല, നീ അവിടെ നിൽക്കുന്നില്ലല്ലോ, അതാ ചോദിച്ചേ. എന്താ അമ്മ നിനക്ക് ദേഷ്യം? ഒന്നുമില്ല, കയറി കിടക്കാൻ നോക്ക് എല്ലാരും. ഒരുപാട് ലേറ്റായി മക്കളെ, വാ നമുക്ക് കിടക്കാം. ഇനി നമുക്ക് രാവിലെ എന്നിട്ട് സ്ഥലമൊക്കെ കറങ്ങാൻ പോവാം. പിന്നെ ഇപ്പൊ പോവാൻ പറ്റുമോ ആന്റി രാത്രിയില്? അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് രാവിലെ സ്ഥലം കാണാൻ പോകണ്ട. അപ്പൊ ഇപ്പഴും നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളാം ഞാൻ ഉദ്ദേശിച്ചത്. ഈ റിസോർട്ട് കണ്ടിട്ട് പക്ഷെ ആകെ പണത് വശപ്പശകല്ലേ ശാന്തിക്ക്. അത് നമ്മൾ ആദ്യമായിട്ട് വരില്ല, അതിന്റെ തോന്നലായിരിക്കും. അയ്യോ ചേച്ചിയുടെ ബാക്കിൽ കരിമ്പൂച്ച. അയ്യോ ശരിയാ, എവിടെ നിന്ന് വന്നത്? മുകളിൽ കണ്ടോ? അല്ലല്ല, മുകളിലോട്ടുള്ള ആ ഒരു സ്റ്റെപ്പിന്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പൂച്ച അവിടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? സാധാരണ പൂച്ചപ്പിനെ പേടിക്കണ്ട, ഈ കരിമ്പൂച്ചയല്ലേ, ഇതിനെ പേടിക്കണം. ചേച്ചി ഇങ്ങോട്ട് മാറിയിരിക്കും, ദേഹത്തങ്ങനെ എടുത്ത് ചാടിയത് മാന്തും. ഈ പൂച്ച കരയുന്നില്ല, പക്ഷെ വേറെ എവിടെയാ പൂച്ച കരയുന്ന കേൾക്കുന്നേ? ഞങ്ങളൊക്കെ കേട്ടപ്പോഴായിരുന്നു പൂച്ചയാണെങ്കിൽ എനിക്ക് പറയില്ല കരയുന്ന കേട്ടത്. പൂച്ച പൂച്ച കണ്ടോ? അതിനെ ഓടിച്ചു കഴിഞ്ഞപ്പോ സമാധാനമായല്ലോ. നീ എന്നാ കരിമ്പൂച്ച എടുത്ത് മടി വെച്ചോണ്ടിരിക്കും. ഒന്നാമത് എനിക്ക് പേടിക്കുന്ന സൗണ്ടുകളൊക്കെ ഇട്ടിട്ടാക്കി ഇവിടെ വിറയ്ക്കുന്നു. അപ്പോഴെനിക്ക് കരിമ്പൂച്ച. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. എല്ലാവർക്കും കൂടെ കട്ടിലേ കിടക്കാൻ സ്ഥലമുണ്ട് ശാന്തേച്ചി. എനിക്കാണെങ്കിൽ കട്ടിലേ കിടന്നില്ലെങ്കിൽ ഭയങ്കര പുറമേതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും 1-2 പേരൊക്കെ താഴെ കിടക്ക്, പിന്നെ 1-2 പേരൊക്കെ ഈ കട്ടിലേലും കിടന്നു. ഞാനും കട്ടിലേ കിടക്കുന്നേ. നീ അവിടെ പോയിക്കുന്നേ? ആ കരിമ്പൂച്ച അടത്തിലിരിക്കാമേ, പോകുന്നില്ല. അത് അവിടെ ഇരിക്കട്ടെ, എന്തിനാ അതിന്റെ പുറത്തോട്ട് കയറുന്നേ? ഇനി അമ്മണി കുറച്ചിട്ട് നീ കിടക്കണേ, ഞാനോട് അവിടെ കിടക്കാം. എന്നാ പിന്നെ നിങ്ങൾ അവിടെ കിടന്നു, കുട്ടുമ്പോഴും ഞാനിവിടെ താഴെ കിടന്നോളാം. അയ്യോ ഇടിച്ച് തള്ളി കിടക്കും, ഞാൻ മിക്കവാറും ഇപ്പൊ താഴെ വീഴും. ഈ ശാന്തേച്ചി അമ്മണിയും കൊള്ളാറ്, നേരത്തെ കയറിയ കാട്ടിലെ സ്ഥലം പിടിച്ച്. നമ്മളൊക്കെ ഇനി അവിടെ കിടക്കുന്നത്. അടുത്തത് പട്ടിയോടെ ഉടങ്ങി. ഇനി തന്നെ പ്രേതത്തെ കാണുമ്പോഴേ പട്ടി വരയ്ക്കുന്നത്. ആ കരിമ്പൂച്ചേനൊരു പ്രേതമാ. ഇനി ആ പട്ടിയും കൂടെ മതി ഇനി. ഇവരുടെ കൂർക്കമ്മനെയും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. നല്ല വീണവായന. ഇനി വീണവായനം കേട്ട സുഖമായിട്ട് ഉറങ്ങാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ ഇപ്പൊ കിടക്കാന്. ആരെങ്കിലും ഒരാൾ കുറഞ്ഞു ഇവിടെ. സൂപ്പർ വീണവായന കേൾക്കുന്നത്. അമ്മണി കാണുന്നില്ല. അമ്മണി അമ്മണി എല്ലാരും എന്തോ ഉറപ്പായത് പോത്ത് പോലെയാണെന്ന്